ദിവസേന ഓരോ ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകളാണ് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നത്. അതിൽ പ്രായമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. വല്ലാതെ ഷോക്കിംഗ് ആയ ന്യൂസാണ് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ വേങ്ങമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹൈറൂൺ ഷാന എന്ന് പറയുന്ന ഒരു 23-കാരി. ഇവരുടെ നിക്കാഹ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കഴിഞ്ഞത്. ഇതാ കല്യാണം ഈ ഡിസംബറിൽ ഉറപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. ഇവര് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഇന്നായിരുന്നു അവരുടെ ഖബറടക്കം. ഹൈറൂൺ ഷാനാക്ക് 23 വയസ്സാണ്. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായ VP ഹനീഫയുടെ മകളാണ് ഈ ഒരു പെൺകുട്ടി. കഴിഞ്ഞ തിങ്കളാഴ്ച പാലച്ചോട് വെച്ചിട്ട് ഇവർ ഓടിച്ചൊരു സ്കൂട്ടർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചാണ് ആകെ പരിക്ക് പറ്റിയിട്ട് ഇവരാദ്യം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലും പിന്നീട് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലൊക്കെ പ്രവേശിപ്പിച്ചു. ഈ അനുജത്തി ഹൈറൂൺ ഫാത്തിമയെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരുന്ന വഴിക്കാണ് ഈ അപകടം നടക്കുന്നത്. സ്കൂട്ടറിൻ്റെ പിൻസീറ്റിലിരുന്ന ആ കുട്ടിക്ക് ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗുരുതരമായിട്ട് പരിക്കേറ്റ ഈ ഒരു പെൺകുട്ടിയെ ഈ ഹൈറൂൺ ഷാന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും മരണപ്പെട്ടു. ഇന്നലെയാണ് മരണപ്പെട്ടത്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഇവരുടെ 5 മാസം മുൻപ് ഫെബ്രുവരി 4-ന് വെട്ടത്തൂര് മേൽക്കുളങ്കരയിലെ ഒരു ഉണ്ണിയമ്പത്ത് മുഹമ്മദ് ഹർഷദ് എന്നു പേരുള്ള ദുബായിൽ ജോലിയുള്ള ഒരാളുമായിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞതാണ്. ഈ വരുന്ന ഡിസംബറിലായിരുന്നു അതിൻ്റെ വിവാഹാഘോഷങ്ങൾ നടത്താനിരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മരണം ഇവരുടെ ജീവിതം കവർന്നെടുത്തത്. അള്ളാഹു ഈ ഒരു യുവതിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വെളിച്ചത്തിലാക്കട്ടെ. ദുബായിലായിരുന്ന ഇവരുടെ വരൻ ഹർഷദ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നായിരുന്നു അവരുടെ ചെമ്മലശ്ശേരി ജുമാ മസ്ജിദിൽ മൈതസ്കാരവും ഖബറടക്കങ്ങളൊക്കെ നടത്തിയത്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വാഹനം എടുത്തിട്ട് പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ തെറ്റായിട്ട് റോങ്ങിൽ വരുന്നു എന്ന് മാത്രമല്ല, നമ്മുടേതിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, മറ്റുള്ള വാഹനങ്ങൾ നമ്മുടെ മെക്കെട്ട് കയറി ഇങ്ങനെ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാവുന്നൊരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. ഒന്നീ മഴ വിചാരിച്ച പോലെ ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ, പിന്നെ പല ആളുകളും ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു യാത്രയിലാണ്. അതിൽ ആരുടെയൊക്കെ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഒരുപാട് പേരുടെ സന്തോഷങ്ങളാണ് ഒരു ജീവിതം ഇല്ലാതാവുമ്പോൾ കിട്ടുക. ഈ ഹൈറൂൺ ഷാന എന്ന് പറയുന്ന 23-കാരി തെറാപ്പിസ്റ്റോ അങ്ങനെ എന്തൊക്കെ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാളാണ്. ഇവർ നന്നായിട്ട് ജീവിതം ഒരുപാട് സ്വപ്നം കണ്ട് പഠനവും ജീവിതമൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നൊരു പെൺകുട്ടി. പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്തൊരു ആയുസ്ത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് ഈ മയ്യത്തിന് വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു ഇവരെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് കർബല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ട് 6 നമ്മൾ പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മരണം അറിഞ്ഞത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ ഒരു മാറഞ്ചേരിലുള്ള ഒരു യുവാവ് ഇതുപോലെ കല്യാണം ഉറപ്പിച്ചിട്ട് നിക്കാഹ് അടുത്ത ഞായറാഴ്ച നടക്കാതിരിക്കെയാണ് ഉറക്കത്തിൽ മരിച്ചു പോയത്. അതോടെ ഇതാ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇനി ഡിസംബറിൽ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇത് ഒരു ദാരുണമായ ഒരു ദുരന്തം മരണമായിട്ട് മാറിയത്. അപ്പോൾ നമ്മളെല്ലാവരും വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തുക. കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ഈ കർബല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയൊരു കുട്ടിയുടെ ഒരു ചെറിയ പൊന്നുമോൻ, ആ കുട്ടിക്ക് വെള്ളത്തിൽ ദാഹിച്ചിട്ട് ഒരല്പം വെള്ളം എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന അബ്ബാസ് എന്ന പേരുള്ള ഒരാളോട് സൈനബ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹുവിൻ്റെ പൊന്നുമകൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സഹോദരി പറയാണ്. അങ്ങനെ ഈ കയ്യിൽ കരുതിയ ഒരു ചെറിയ പാത്രം വെള്ളവും അദ്ദേഹം യൂഫ്രട്ടീസ് നദിയുടെ അടുത്തേക്ക് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ചിട്ട് പോവുകയാണ് അയാൾ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം വെള്ളം കിട്ടി, അവരുടെ ശ്രദ്ധയിൽ പെടാതെ വെള്ളം എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു ചെറിയ പാത്രം വെള്ളവുമായിട്ട് തിരിച്ചു വരുന്നതിനിടെ എങ്ങനെയോ ശത്രുവിൻ്റെ ശ്രദ്ധ ആ വരുന്ന അബ്ബാസിനെ കണ്ടു. അവരമ്പും വാളും കുന്തവുമായിട്ട് അദ്ദേഹത്തെ നേരിട്ടു. ഒരമ്പ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിലേക്കാണ് തറച്ചത്. അദ്ദേഹം ആ വെള്ളവുമായിട്ട് തളർന്നിരുന്നു പോയി. ഒരു കൈ വെട്ടിയെറുത്തെടുത്തു. അബ്ബാസ് വെള്ളത്തിൻ്റെ തോൽപാത്രം തൻ്റെ മറുകൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. കാരണം ആ പൊന്നുമോൻക്കൊരു തുള്ളി വെള്ളം കൊടുക്കാനാണ്. ഇത്രയും നെറികെട്ടൊരു സൈന്യം
ഇത്രയും നെറികെട്ട ഒരു രാഷ്ട്രീയം. ആ കയ്യും വെട്ടിയപ്പോൾ വെള്ളത്തിൻ്റെ പാത്രം വായിൽ കടിച്ചു പിടിച്ചു. അദ്ദേഹം തമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങി ആ കുഞ്ഞിന് ഒരു തുള്ളിയെങ്കിലും വെള്ളം കൊടുക്കാനായിരുന്നെങ്കിൽ. പക്ഷേ ആ ഒരു ഇഴഞ്ഞു നീങ്ങുന്നതിനിടെ രക്തസാക്ഷിയാവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. ആ മയ്യത്ത് കണ്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നട്ടെല്ലാണല്ലോ റബ്ബെ തകർന്നു പോയത്, എൻ്റെ ശക്തിയാണല്ലോ റബ്ബെ ചോർന്നു പോയത്. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ അലി അസ്ഗറിനെയും, ആ ചെറിയ കുട്ടിയുടെ പേരാണ് അലി അസ്ഗർ, അതിനെയും കയ്യിലെടുത്തിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിന് വേണ്ടി ശത്രു സൈന്യത്തിൻ്റെ നേതാവായ ഇബ്നു സിയാദിനോട് കരഞ്ഞപേക്ഷിച്ചു. ഒരൊറ്റ തവണ ഈ കുഞ്ഞിന് ഒന്ന് വെള്ളം കൊടുക്കാൻ മാത്രം എന്നെ സമ്മതിക്കാമോ എന്നുള്ളത്. പക്ഷേ ആ ഒരു സൈന്യം ചെയ്തെന്താണെന്ന് അറിയും, ഒരു അമ്പെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ തൊണ്ടയിലേക്ക് ഒരൊറ്റ ഇയ്യലം കണ്ട് ചെയ്തു. ആ ഒരു അമ്പ് ആ കുഞ്ഞിൻ്റെ തൊണ്ടയിലേക്ക് അങ്ങോട്ട് തുളച്ചു കയറി. ഇത് കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിമിഷം സ്തംഭിച്ചു പോയി. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഈ ഒരു കർബല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവിടെ നടന്ന സംഭവം എന്താണ് എന്നുള്ളത്. നമ്മൾ വെറും കർബലയിലെ ദുരന്തം എന്ന് പറഞ്ഞ് മാത്രം ഒറ്റവാക്കിൽ അവസാനിപ്പിക്കേണ്ട. ഒരു ചെറിയ കുട്ടിക്ക് കുടിവെള്ളം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല അന്നത്തെ മുസ്ലിം ഭരണകൂടം. വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിൻ്റെ മയ്യത്തുമായിട്ടാണ് പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ തമ്പിലേക്ക് തിരിച്ചു വന്നത്. സൈനബ മയ്യത്ത് ഏറ്റുവാങ്ങി നെഞ്ചോടടക്കി വിങ്ങിപ്പൊട്ടുന്ന സന്ദർഭങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ആ മയ്യത്തുകളെല്ലാം അവിടെ തന്നെ മറവ് ചെയ്ത ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ അവസാന പോരാട്ടത്തിനിറങ്ങി. വാളെടുത്തിറങ്ങുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇമച്ചിമ്മാതെ നോക്കിക്കൊണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ കരയാൻ തുടങ്ങി. അവരാകെ 145 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പലരെയും അവർ കൊന്നുകളഞ്ഞു. അവരുടെ ഉന്നം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. ശത്രുക്കളുടെ എണ്ണം 4000ആണ്. ഈ നിൽക്കുന്നത് ആരാണ്? ഹബീബായ നബിയുടെ അഹ്ലുബൈത്ത് കുടുംബം. ഹബീബായ നബി ഉമ്മ വെച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ പൊന്നുമകൾ സൈനബ്. ആ സൈനബ് എന്ന ബീവി ഹബീബായ നബിയുടെ മകളുടെ പേരാണ് ആ പേരക്കുട്ടിക്ക് ഇട്ടുകൊടുത്തിരുന്നത്. അങ്ങനെ സൈനബിനെയും ഉമ്മുകുൽസിനെയൊക്കെ നോക്കിയിട്ട് അവസാനമായിട്ട് ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ധീരനായ അലി റളിയല്ലാഹുവിൻ്റെ മക്കളാണ് നമ്മൾ, ക്ഷമയോടെ ഇരിക്കുക, സഹനത്തിൻ്റെ നാളുകളാണ് നിങ്ങൾക്കിനി കിട്ടാനുള്ളത്. ഉപ്പൂപ്പ നബിയെ നമ്മൾ മറക്കരുത്, നമ്മുടെ ശക്തി അതുമാത്രമാണ്. ഞാൻ വധിക്കപ്പെട്ടാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, വിധവകളെയും അനാഥരെയും നിങ്ങൾ കൈവിടരുത്. അനിയത്തി, എൻ്റെ പൊന്നനിയത്തി, നീ എന്നെ മറക്കരുത്, എൻ്റെ സഖീനയെ നീ നോക്കണം, അവളെ പിരിഞ്ഞൊരു ദിവസം പോലും ഞാൻ ജീവിച്ചിട്ടില്ല, ഇനി നിങ്ങളാണ് അവർക്ക് കാവൽ. അസ്സലാമു അലൈക യാ അഹ്ലു ബൈത്ത്, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രു സൈനികരെ ഒന്നൊന്നായിട്ട് വെല്ലുവിളിച്ചു. എതിരിടാൻ വന്ന ഓരോരുത്തരെയും കീഴടക്കി. സൈനബ് കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കണ്ണുവെട്ടാതെ ആ അത്ഭുതം നോക്കി നിന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓരോ ശത്രുക്കളെയും വെട്ടിവീഴ്ത്തുകയാണ്. എങ്കിലും ഒരാൾക്കൊറ്റക്ക് എത്ര നേരം? 4000-ഓളം വരുന്ന സൈന്യത്തോട് ഒരു മനുഷ്യൻ മാത്രം യുദ്ധം ചെയ്യുക? ലോകത്ത് ഇങ്ങനെ ഒരു ധീരമായ പോരാട്ടം ഉണ്ടായിട്ടുണ്ടാവോ? അതുകൊണ്ടാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ രക്തസാക്ഷികളുടെ നേതാവായിട്ട് മാറിയത്. അങ്ങനെ ഒടുവിൽ പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആ സൈന്യം കടന്നൽ പോലെ പൊതിഞ്ഞു. 4 ഭാഗത്തും തുരുതുര അമ്പെയ്ത് കൊണ്ടിരുന്നു. ആ ഒരു അമ്പെയ്ത്തിൻ്റെ മഴയിൽ ഒറ്റപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വേദനയോടെ ആ രംഗം സൈനബ് കണ്ടു നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹുസൈനദാ കുതിരപ്പുറത്തിരുന്ന് ശത്രുവിനെ നീട്ടി വിളിക്കുന്നു, അബൂ സുഫിയാൻ്റെ സന്തതികളെ, നിങ്ങൾക്കറിയാമോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഹബീബിൻ്റെ കുടുംബമാണ് ഞങ്ങൾ. അധികാരത്തിന് വേണ്ടി നിങ്ങൾക്കിത് ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ ഒരു ചോദ്യവും അവരുടെ മുന്നിൽ കലക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ധീരമായിട്ട് പോരാടാണ്. അവശനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരാൾ തലയിലേക്ക് കല്ലെടുത്ത് ഒരൊറ്റ അടിയങ്ങോട്ടടിച്ചു. ഇത് കണ്ടു നിന്ന സൈനബ് ബീവി ഞെട്ടിപ്പോയി. ഒരു പടയാളി വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു നെഞ്ചിൽ അമ്പ് കൊണ്ടിടിക്കുന്നു. രക്തപങ്കിലനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇടത് തോളിൽ നിർദ്ദയം വെട്ടി കൈ അറുത്തെറിയുന്നതിനും ആ സൈനബ് മൂകസാക്ഷിയായി. ഓരോ അവയവങ്ങളും ശത്രുക്കൾ ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കി എടുക്കാൻ. സൈനബാ ബീവി ഇത് കണ്ടിട്ട് തല ചുറ്റിപ്പോയി. അവരാ ഒരു ടെൻറ്റിൻ്റെ വാതിൽ മുറുകെ പിടിച്ചു. ഒരാൾ വന്നിട്ട് ഹുസൈൻ്റെ മുഖത്ത് കുന്തം വെച്ച് കുത്തുകയാണ്. ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം ശത്രുക്കളുടെ കുതിരകളാൽ ചവിട്ടി മെതിക്കപ്പെടുന്നൊരു കാഴ്ച. നഗ്നത മറച്ച തുണി പോലും അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതങ്ങോട്ട് കണ്ടതോടുകൂടി സൈനബാബി പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. പടച്ച റബ്ബേ, അതിൻ്റെ കഥകൾ ഇനിയും നമുക്ക് പറയേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം.